ഹായ് ഹലോ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമുക്ക് അധികം ലാഗ് അടിപ്പിക്കാതെ വേഗം തന്നെ വീഡിയോയ്ക്ക് കിടക്കാം അല്ലേ. ഇന്നൊരു നല്ല പഴയ കാലത്തെ നമ്മൾ അമ്മൂമ്മമാരൊക്കെ ഉണ്ടാക്കിയിരുന്ന പ്രസവിച്ച് കിടക്കുന്നവർക്ക് ഉപകാരപ്രദമായൊരു ആട്ടി സൂപ്പിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനത് 1/2 കിലോ ആടിൻ്റെ ഇറച്ചിയാണ് വാങ്ങിയിട്ടുള്ളത്. ആടിൻ്റെ ഇറച്ചി മീൻസ് ആടിൻ്റെ എല്ലും മുത്തനെല്ല് നട്ടെല്ല് എന്നൊക്കെ പറയും, ആ ഒരു ഭാഗം ചേർത്തിട്ടാണ് 1/2 കിലോ ആയിട്ടാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി നമ്മളൊരു മൺകുടുക്കയിൽ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു പിടി ഉലുവയും വെളുത്തുള്ളി ചതയ്ക്കാതെ മുഴുവനായി തൊലി കളഞ്ഞ് ഇട്ട് കൊടുക്കാം. കൂടാതെ നല്ല നാടൻ മഞ്ഞൾപ്പൊടിയും കൂടെ ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല മഞ്ഞൾപ്പൊടി കുറച്ച് അധികം വേണേ. അപ്പോൾ അതിലേക്ക് നമുക്ക് അത് വേകാനുള്ള വെള്ളവും ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ഇവിടെ ചൂടുള്ള വെള്ളം ഉണ്ടായതുകൊണ്ട് അത് ഒഴിച്ച് കൊടുത്തു. പച്ചവെള്ളം വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഏത് വെള്ളമായാലും കുഴപ്പമില്ല. നമ്മൾ നേരെ അടുപ്പിലേക്കാണ് വെക്കാൻ പോകുന്നത്. അടുപ്പിലിരുന്ന് നമ്മൾ ഒരു 2-3 മണിക്കൂർ ഇങ്ങനെ ചെറു തീയിലിരുന്ന് തിളച്ച് വേകുമ്പോൾ നമ്മൾ സൂപ്പ് നല്ല അടിപൊളിയായിട്ട് വരും. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നമുക്ക് അപ്പോഴേക്കും അതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിനായിട്ടൊരു ബൗളിലേക്ക് കുറച്ച് മുഴുവൻ മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. എല്ലാം ഞാൻ ഇത്ര ടീസ്പൂണ് അല്ലെങ്കിൽ ഇത്ര സ്പൂണെന്ന് പറയില്ല, നമുക്ക് എല്ലാം ഒരു കൈ കണക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശമൊക്കെ നമ്മൾ ആടിൻ്റെ വെയിറ്റിന് തൂക്കത്തിനനുസരിച്ച് നമ്മൾ അളവിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയാൽ മതി. അപ്പോൾ ഇവിടെ 1/2 കിലോ ഇറച്ചിയിലേക്ക് ഞാനിപ്പോൾ കണ്ട വലിയൊരു പിടി മല്ലി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളകും. അത് നമ്മൾ ഓരോരുത്തർ ഒരുപാട് എരിവ് അങ്ങ് ആവശ്യമില്ല, നമ്മളെ പാകത്തിനൊരു എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് എടുത്താൽ മതി. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട്. നമ്മളിതിൽ വേറെ മുളക് പൊടിയോ പച്ചമുളകോ ഒന്നും ചേർക്കണതില്ല. അപ്പോൾ നമ്മൾ എരിവനുസരിച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുക. ഒരു നുള്ള് കടുകും കൂടെ നമുക്ക് കറിക്ക് വറുക്കാൻ ഉപയോഗിക്കുന്ന കടുകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. ഇനി നേരെ തന്നെ ഈ അരപ്പ് നമുക്ക് നമ്മളെ തിളച്ചുകൊണ്ടിരിക്കുന്ന മട്ടണിലേക്ക് ചേർക്കുക. കുറച്ച് കല്ലുപ്പൂടെ ഞാൻ ഇട്ടെടുത്തിട്ടുണ്ട്. സൂപ്പിൽ നമ്മൾ ഒരുപാട് കറികളെ പോലെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ടേസ്റ്റിനനുസരിച്ച് മാത്രം ശകലം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ മട്ടൻ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഡയറക്റ്റായിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നേ ഉള്ളൂ ഈ അരപ്പ് നമ്മൾ പാകത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണേ. നമ്മളൊന്ന് കുറുകി മട്ടനൊക്കെ നല്ല പോലെ വെന്ത് വരുമ്പോൾ നമ്മളെ മട്ടൻ സൂപ്പ് നല്ല കുറുകിയിരിക്കും. അപ്പോൾ നമ്മൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണേ. കുറച്ച് വെള്ളത്തിൽ നമ്മൾ വെച്ച് കൊടുത്താൽ നമ്മൾ മട്ടൻ വേവാൻ ഒരുപാട് താമസമല്ലേ, അപ്പോൾ നമുക്കത് വെന്ത് വരാൻ ടൈം എടുക്കും. വെള്ളം അടി പിടിച്ച് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് നല്ലപോലെ ഇളക്കി അടച്ച് വെക്കണേ. അടച്ച് വയ്ക്കുമ്പോൾ അടച്ച് വയ്ക്കാതെ കുറച്ച് തുറന്ന് വയ്ക്കുക. ഒക്കെ നല്ല തിളച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മസാലയൊക്കെ ഇന്ന് വേറിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടച്ച് വയ്ക്കാതെ കുറച്ചൊന്ന് തുറന്ന് വെച്ച് അടച്ച് വയ്ക്കുക. അപ്പോൾ നമ്മളെ സൂപ്പൊക്കെ ഇവിടെ ഒരുപാട് നേരം തിളച്ച് നമ്മൾ മരുന്നൊക്കെ അതിലേക്ക് പിടിച്ച് റെഡി ആയി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ നമുക്ക് കർക്കിടക മാസത്തിൽ കഴിക്കാവുന്ന സൂപ്പാണ്. പ്രസവിച്ച് കിടക്കുന്നവർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള സൂപ്പാണിത്. നമ്മൾ മരുന്നും ഇഞ്ചിയും കുരുമുളകും ഒക്കെ ഇട്ടുകൊണ്ട് നമ്മളെ വയറ് ചുങ്ങാനും മരുന്ന് സൂപ്പായി നമ്മൾ കുടിക്കണ സൂപ്പാണ് കേട്ടോ അത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സൂപ്പ് അവിടെ റെഡിയായി ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വറവിടാം. അപ്പോൾ ചട്ടി ചൂടാകുമ്പോൾ നല്ലെണ്ണ മാത്രം ഒഴിച്ച് കൊടുക്കുക. വേറെ ഓയിലൊന്നും യൂസ് ചെയ്യരുത്. നല്ലെണ്ണ മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ചെറിയുള്ളി ഇട്ട് മൂപ്പിച്ചെടുക്കുക. ചെറിയുള്ളി ഒരുപാട് ഇടണം, അത്രയും നല്ലതാണ്. അപ്പോൾ അരിഞ്ഞ് നമുക്കൊന്ന് മൂപ്പിച്ചെടുത്താൽ പിന്നെ നമ്മൾ സൂപ്പിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. കണ്ടോ, നമ്മൾ സൂപ്പൊക്കെ കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ താളിപ്പും കൂടെ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മളെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട്
അഭിപ്രായങ്ങൾ പറയണേ. എല്ലാവർക്കും ഈ ഒരു മരുന്ന് സൂപ്പ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോകളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയുക കേട്ടോ. നമ്മളെ മട്ടലത്തെ നെയ്യൊക്കെ തെളിഞ്ഞിവിടെ റെഡി ആയിട്ട് നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാം. വെറുതെ അങ്ങ് ഒരു ബൗളിലെടുത്ത് നമുക്കിതിന് ചാറ് മാത്രം കുടിക്കാവുന്നതാണ്. രാത്രി കിടക്കാൻ നേരത്ത് മാത്രം കഴിക്കാം. അപ്പോൾ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.